ഇന്ന് ഞങ്ങളുടെ കടയിൽ ഉള്ളി വാട്ടുന്ന ദിവസമാണ്. അങ്ങനെ രാവിലെ ചെന്ന് ചായ കുടിയൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം കസ്റ്റമർ രാവിലെ തന്നെ ഉണ്ടായിരുന്നു. ഉള്ളി വെട്ടലും കസ്റ്റമറുടെ തിരക്കുകളൊക്കെയായി ഏകദേശം സമയമൊക്കെ കഴിഞ്ഞു. ഓർഡർ ചെയ്ത പെപ്സി എത്തിയിട്ടുണ്ട്. അപ്പോൾ സാധനങ്ങളൊക്കെ ഇറക്കി വെച്ച് ബില്ല് സെറ്റിൽ ചെയ്ത് തിരക്കിനിടയിലും ഞങ്ങൾക്കുള്ള ഭക്ഷണങ്ങൾ കിച്ചണിൽ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണമെല്ലാം കഴിച്ച് മുകളിലേക്ക് നിസ്കരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഏതായാലും മുകളിലെ ഫ്രിഡ്ജിലും പെപ്സിയൊക്കെ അടുക്കി വെക്കാമെന്ന് കരുതി. പെപ്സിയൊക്കെ എടുത്തു വെച്ച് ഒരു കസ്റ്റമർ കഴിച്ചു വെച്ച പാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചു. ഇനി അസർ നിസ്കരിക്കണം. അസർ നിസ്കാരത്തിൻ്റെ സമയത്താണ് ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കാറുള്ളത്. നിസ്കാരമെല്ലാം കഴിഞ്ഞ് താഴെ എത്തിയപ്പോൾ ഇന്നലെ ഞങ്ങൾക്ക് വത്തക്ക കൊണ്ടുവന്ന വല്യപ്പ എത്തിയിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം ഈത്തപ്പഴം തരാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ കിട്ടിയ ഒഴിവ് സമയം കൂട്ടുകാർ സ്ഥലത്തുകളൊക്കെ നടക്കുകയും ഞാൻ ബില്ലുകളൊക്കെ റെഡിയാക്കുകയാണ്. ഇന്ന് 1-ാം തീയതി ആയതുകൊണ്ട് കഴിഞ്ഞ മാസത്തെ എല്ലാ കണക്കുകളും ബില്ലുകളും ഒക്കെ റെഡിയാക്കി വെക്കേണ്ടതുണ്ട്. നേരം വൈകുന്നേരമായി. അങ്ങനെ ഞങ്ങൾ ഉള്ളിയെല്ലാം ചട്ടിയിലിട്ട് വേവിക്കാൻ തുടങ്ങി. ഇംഗ്ലണ്ടിൻ്റെ കളി നടക്കുന്ന സമയമാണ്. തിരക്കൊഴിഞ്ഞ സമയം കുറച്ചു നേരം ലൈവായി കളിയൊക്കെ കണ്ടു. ഉള്ളി വാടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് മുതലാളി ഒന്ന് എല്ലാ പണിക്കാർക്കും ശമ്പളമൊക്കെ കൊടുത്തു. ഉള്ളി വാട്ടലും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നടക്കാൻ പോയി. ഇതാണ് ഇന്നത്തെ വിശേഷം.